ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓല S1 Proയിൽ മൂവ് വോയിസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, പല ആളുകൾക്കും അത് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് സ്കൂട്ടറിൻ്റെ HMI സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം. ഇവിടെയാണ് സ്ക്രീനായിട്ട് നമ്മൾ വരുന്നത്, ഇവിടെയാണ് നമ്മളെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാമെന്നാണ്, ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡിൽ, വലത്തെ ഹാൻഡിൽ 5 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പ്രധാനപ്പെട്ട ഈ ബട്ടണാണ് പവർ ബട്ടണ്. പവർ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്യാം. പവർ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻ്റർ പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് പാസ്കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മുടെ വണ്ടി കീലെസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാസ്കോഡ് അടിക്കണം. അപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തിട്ടില്ല വണ്ടിയുടെ പാസ്കോഡ് അടിക്കുക. അപ്പോൾ പാസ്കോഡ് അടിക്കുന്ന സമയത്ത് നമ്മളെ വണ്ടി വെൽക്കം ചെയ്തിട്ട് വെഹിക്കിളിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് നമ്മൾ കേൾക്കും. ശേഷം നമുക്ക് ഫസ്റ്റ് വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് പാർക്കിംഗ് എന്ന് കാണിക്കും. വണ്ടി ഇപ്പോൾ പാർക്കിംഗ് മോഡിലായതുകൊണ്ടാണ് പാർക്കിംഗ് എന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ വലത്ത് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കിലോമീറ്റർ, നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് കാണിക്കും. അതേപോലെ തന്നെ ഈച്ച് റൈഡ്, ഓരോ റൈഡ് നമ്മൾ ചെയ്യുമ്പോഴും എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് ഇവിടെ കാണിക്കും. ഇനി അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബ്ലൂടൂത്ത് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് എത്ര കിലോമീറ്റർ പോകാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. 53 കിലോമീറ്റർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ മോഡിലുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്ററിൽ ബോട്ടത്തിലായിട്ട് താഴെയായിട്ട് നമ്മുടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബൂട്ട് സ്പേസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ സിമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റാൻഡിലിട്ടുകൊണ്ട് വണ്ടി ഒരിക്കലും നമുക്ക് പാർക്കിംഗ് മോഡിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് നമ്മൾ തട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ ഒരു സിമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഞാൻ ബോട്ടത്തിൽ പ്രസ് ചെയ്യാൻ പോവാണ്. പ്രസ് ചെയ്ത സമയത്ത് കണ്ടോ ഇവിടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പൊക്കാൻ പോവുകയാണ് സീറ്റ് പൊക്കിയപ്പോൾ എനിക്ക് അവിടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആയതായിട്ട് കാണാൻ പറ്റി. ഇനി ബൂട്ട് സ്പേസ് ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സീറ്റ് വെച്ച് നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ട്രങ്ക് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത വിൻഡോയിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിൻഡോയിലേക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് വിൻഡോയിൽ വരുന്ന നാവിഗേഷൻ സിസ്റ്റമാണ്. ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു eSIM വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വൈഫൈയോ അല്ലെങ്കിൽ വേറെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഓൾറെഡി eSIM ഉള്ളതുകൊണ്ട് നാവിഗേഷനും കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മൾ ഏത് ലൊക്കേഷനിലേക്കാണോ പോകുന്നത് ആ ലൊക്കേഷൻ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ കോമൺ ആയിട്ട് നാവിഗേഷൻ സിസ്റ്റത്തിലെല്ലാം ചെയ്യുന്നത് പോലെ തന്നെയാണ്. കണ്ടോ ഇവിടെ നമുക്ക് നാവിഗേഷൻ സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമുക്ക് അറിയാത്ത ഏരിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നെ പോകാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പുതിയതായിട്ട് മൂവ് വോയിസിൽ വന്നിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകാം. ഒരു മൊബൈൽ സിസ്റ്റം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു HMI സിസ്റ്റം വരുന്നത്. രണ്ടാമത്തെ വിൻഡോയിൽ നമുക്ക് ഓൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾ സെറ്റിങ്സ് എടുത്താൽ തന്നെ നമ്മുടെ ഇതിലെ എല്ലാ ടോട്ടൽ സെറ്റിങ്സും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് സെറ്റിങ്സ് വരുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഡാർക്ക് മോഡാണോ അല്ലെങ്കിൽ ലൈറ്റ് മോഡാണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡാർക്ക് മോഡിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ലൈറ്റ് മോഡിൽ ചെയ്യാം. മൊബൈലിലുള്ള അതേ ഫങ്ഷൻസ് തന്നെയാണ്. ഡാർക്ക് മോഡിലേക്ക് ഇപ്പോൾ നമ്മൾ ലൈറ്റ് മോഡിലാണ് നിലവിൽ കിടക്കുന്നത്. ഡാർക്ക് മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡാർക്ക് മോഡിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 3 ടൈം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ ഡാർക്ക് മോഡിലായിട്ടുണ്ട് വണ്ടി. ഇനി നേരെ ലൈറ്റ് മോഡിലേക്ക് ആവണമെന്നുണ്ടെങ്കിലും 3 ടൈം അത് ചെയ്യാം. ഇപ്പോൾ കണ്ടോ ലൈറ്റ് മോഡിലേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേൻ്റെ അപ്പിയറൻസ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഇതിൽ വരുന്ന ഓപ്ഷനാണ് നമുക്ക് പാസ്കോഡ്. നമ്മളൊരു പുതിയ വണ്ടി വാങ്ങുന്ന സമയത്ത് അതിൽ പാസ്കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാസ്കോഡ് നമുക്കതിൽ സെറ്റ് ചെയ്യണം. നമുക്കതിൽ സെറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എൻ്റർ യുവർ കറൻറ്റ് പാസ്കോഡ് എടുത്താൽ അതിൽ എൻ്റർ യുവർ കറൻറ്റ് പാസ്കോഡ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നിലവിൽ നമ്മളെ പാസ്കോഡ് എന്താണോ അത് നമ്മൾ സെറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു പാസ്കോഡ് വെച്ചിട്ടുണ്ട്, അതാണ് ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് ഓപ്ഷൻ വരും സെറ്റ് യുവർ ന്യൂ പാസ്കോഡ്. പുതിയത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയത് അടിച്ചിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ പുതിയതായിട്ടൊന്ന് വെക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് 0 വെച്ചു. ശേഷം ഞാൻ നെക്സ്റ്റ് അടിച്ചു. കൺഫേം ന്യൂ പാസ്കോഡ്, അത് നമുക്ക് കൺഫേം ചെയ്യാനാണ് ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി അത് അടിച്ചു കൊടുക്കും. അപ്പോൾ യു ഹാവ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് യുവർ സ്കൂട്ടർ പാസ്കോഡ്.
ഓക്കെ, നമ്മുടെ പാസ്കോഡ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, 0 ആക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതാണ് പാസ്കോഡിൻ്റെ സെറ്റിങ്സ്. മൊബൈൽ നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്, വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എബൌട്ടാണ്. എബൌട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എബൌട്ടിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കും, വണ്ടി ഏത് മോഡലാണെന്ന് കാണിക്കും, വണ്ടിയുടെ സോഫ്റ്റ്വെയർ വേർഷൻ ഇപ്പോൾ മൂവോയ്സ് 2.00 ആണ്, 2.00 ആണ് വണ്ടിയുടെ വേർഷൻ എന്ന് കാണിക്കും. ബ്ലൂടൂത്ത് അഡ്രസ്സ് നമുക്ക് കാണിച്ചു തരും, അതേപോലെ തന്നെ വൈഫൈ അഡ്രസ്സും കാണിച്ചു തരും. ഇനി അടുത്ത ഓപ്ഷനാണ് സൗണ്ട്. ഇവിടെ നമുക്ക് 2 സ്പീക്കർ വരുന്നുണ്ട് ഓല S1 Proയിൽ. ഈ 2 സ്പീക്കറിലൂടെയുള്ള സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ 10 വാട്ടിൻ്റെ 2 സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്പീക്കറിൻ്റെ സൗണ്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറക്കാനും കൂട്ടാനും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ആയിട്ട് സ്വിച്ച് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പവർ ബട്ടൺ കഴിഞ്ഞാൽ താഴെ വരുന്ന 2 സ്വിച്ചുകൾ നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. താഴെ വരുന്ന, ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാനുള്ള സ്വിച്ചുമാണ്. നമുക്ക് പാട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഈ താഴെ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്താണ്. നമുക്ക് മറ്റൊരു മൊബൈലിൽ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു, ഓൺ ചെയ്തു. ഇപ്പോൾ സെർച്ചിങ് ആണ്, ഇപ്പോൾ ഏതൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പെയർ ആവാൻ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ പ്രസ് ചെയ്തിട്ട് അവ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ പെയർ ചെയ്യുന്ന പോലെ തന്നെ പെയർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സിസ്റ്റം അപ്ഡേറ്റിൽ യുവർ ഓല സ്കൂട്ടർ ഈസ് അപ് ടു ഡേറ്റ്, പുതിയ വേർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവിടെയാവും. ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഈ സിം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ വേറെ മൊബൈൽ ഡാറ്റയോ ഒന്നും അവർക്ക് മൊബൈൽ വെച്ചോ ഒന്നും കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ സിം ഉള്ളതുകൊണ്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി നിലവിൽ അവൈലബിൾ ആണ്. ഇത്രയാണ് ഓല സ്കൂട്ടറിൻ്റെ സ്ക്രീനിൽ വരുന്ന കാര്യങ്ങൾ. വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സ്ക്രീനിൽ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ബാറിൽ നമുക്ക് 5 സ്വിച്ചുകൾ വരുന്നുണ്ട്. ഈ സ്വിച്ചുകൾ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് റിവേഴ്സിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. റിവേഴ്സും അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും ഇതിലാണ് നമുക്ക് അതിൻ്റെ 2ൻ്റെ കൺട്രോൾ വരുന്നത്. റിവേഴ്സ് ഫംഗ്ഷനും ക്രൂയിസ് കൺട്രോളിൻ്റെയും ഫംഗ്ഷൻ ഈ ഒരു സ്വിച്ചിലാണ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്വിച്ച് നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് എന്തായാലും കത്തും. അതേപോലെ തന്നെ ഇത് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്രസ് അമർത്തുക, അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ടാവും. ഇനി അപ്പോൾ നമുക്കത് നമ്മുടെ വിൻഡോയിൽ കാണാൻ പറ്റും, നമ്മുടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ലൈറ്റ് കൂടെ കത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതും നമുക്ക് ജസ്റ്റ് വിൻഡോയിൽ സിമ്പിളായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലൈറ്റിന് ചുറ്റും ഒരു ഐഗോണിക് ലൈറ്റ് വരുന്നുണ്ട്. ആ ഒരു ലൈറ്റ് നമുക്ക് കത്തണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐഗോണിക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വിൻഡോയിൽ കാണാൻ പറ്റും. വിൻഡോയിൽ അതിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ്, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓൺ ചെയ്യാനും പറ്റും, ലോങ് പ്രസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാനും പറ്റും. ഇനി അതിൻ്റെ താഴെ വരുന്നത് നമ്മുടെ എല്ലാ സ്കൂട്ടറുകളിലും എല്ലാ വാഹനങ്ങളിലും വരുന്ന സ്വിച്ചുകൾ തന്നെയാണ്. നമ്മളുടെ ഇൻഡിക്കേറ്ററാണ്. ലെഫ്റ്റ് സൈഡും അതേപോലെ തന്നെ റൈറ്റ് സൈഡും ജസ്റ്റ് ഓൺ ചെയ്യാനും ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യാം, ഓഫ് ചെയ്യാനും അതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ വരുന്നത് ഹോണാണ്. ഇത്രയാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബാറിൽ വരുന്നത്. നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ബാറിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ നമുക്ക് ഒന്നും കൂടെ പറയാം. നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ബാറിൽ വലത്തെ ഹാൻഡിലിൽ വരുന്നത് ആദ്യത്തെ ബട്ടനാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ പവർ ബട്ടൺ. നമ്മുടെ വിൻഡോ ഓണായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെവിടെയെങ്കിലും വണ്ടി നിർത്തിപ്പോയി, ഇനി നമുക്ക് വിൻഡോ ഓഫ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് നമ്മുടെ വണ്ടി ആക്സസ് ചെയ്യാം, അവർക്ക് എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വിൻഡോ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ കണ്ടോ, ലോക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഓൾറെഡി എന്ത് ചെയ്യും, ഓഫാവും. ഹാൻഡ് ലോക്ക് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മുടെ ഹാൻഡിൽ തിരിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹാൻഡ് ലോക്ക് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ലോക്ക് ആവാതെ തന്നെ നമ്മുടെ വണ്ടിയുടെ സ്ക്രീൻ ഓഫ് ആവും. ഇങ്ങനെയാണ് നമ്മുടെ പവർ ബട്ടൺ വരുന്നത്. ഇനി പവർ ബട്ടൺ നമ്മുടെ ഈ സ്ക്രീൻ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പവർ ബട്ടണിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓൺ ചെയ്യേണ്ടത്. ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പവർ ബട്ടണിൽ സിംഗിൾ പ്രസ് ചെയ്യാവൂ, ലോങ് പ്രസ് ചെയ്യരുത്. ഓഫ് ചെയ്യുന്ന സമയത്ത് ലോങ് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് സിംഗിൾ പ്രസ്.
ഓക്കെ, സിംഗിൾ പ്രസ് ചെയ്തപ്പോൾ ഇപ്പോൾ കണ്ടോ സ്ക്രീൻ ഓണായി വന്നു. ഇനി ഞാൻ ജസ്റ്റ് പാസ്കോഡ് അടിച്ചു, നേരെ എന്ത് ചെയ്തു, നമ്മുടെ വിൻഡോയിലേക്ക് പ്രവേശിച്ചു. വണ്ടി നമ്മൾ വെൽക്കം ചെയ്തു. ഇപ്പോൾ നമുക്ക് പാർക്കിംഗ് മോഡിലാണ് വണ്ടി എന്ന് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ പവർ ബട്ടൻ്റെ മെയിൻ യൂസ് വരുന്നത്. പവർ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബട്ടണാണ് നമ്മുടെ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ. അതായത് നമ്മുടെ വണ്ടിയിൽ 4 മോഡുകളാണ് വരുന്നത്: എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്, ഹൈപ്പർ മോഡ്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ സ്പീഡോമീറ്റർ ഓൺ ആക്കുമ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് നോർമൽ മോഡാണ് നിലവിൽ കാണിക്കുക. ഇനി നമുക്ക് മോഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നോർമൽ മോഡിലായിരിക്കും. ഇവിടെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇതിലൊരു പ്രസ് അമർത്തിയാൽ ഇവിടെ സ്പോർട്ട് മോഡായി. അതിനനുസരിച്ച് കിലോമീറ്ററിലുള്ള വേരിയേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നും കൂടെ നമ്മൾ മോഡ് ബട്ടണിൽ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഹൈപ്പർ മോഡായി. അപ്പോൾ കണ്ടോ 42 കിലോമീറ്ററുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക് പവറിൽ വേരിയേഷൻ വരും, പക്ഷേ കിലോമീറ്റർ റേഞ്ച് നിങ്ങൾക്ക് കുറയും. ഇനി നമുക്ക് എക്കോ മോഡ് ആവണം. അതായത് നമുക്ക് കുറച്ച് ചാർജ് തീരാനായി, കൂടുതൽ കിലോമീറ്റർ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടോ എക്കോ മോഡിലേക്ക് പോവും. എക്കോ മോഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ലോങ് പ്രസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടോ 62 കിലോമീറ്റർ, അതിനനുസരിച്ച് റേഞ്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മോഡിൻ്റെ സ്വിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. മോഡിൻ്റെ സ്വിച്ചിലെ കൺട്രോൾ വരുന്ന ഇതാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ബാറിൽ ഇതേപോലെ തന്നെ റിവേഴ്സും വരുന്നുണ്ട്. റിവേഴ്സിലേക്ക് നമുക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ റൈഡിംഗ് മോഡിലാക്കി വെച്ചതിന് ശേഷം റിവേഴ്സ് ബട്ടണിൽ ജസ്റ്റ് ഒരു പ്രസ് ചെയ്യാം. ഇപ്പോൾ കണ്ടൊരു സൗണ്ട് ഉണ്ടാവും. റിവേഴ്സ് എന്ന് എഴുതി കാണിക്കുകയും ചെയ്യും, 6 എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ആക്സിലേറ്റർ നമ്മൾ ഇങ്ങോട്ടാണ് കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊടുത്താൽ വണ്ടി റിവേഴ്സ് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിക്കാൻ പോവുകയാണ്. വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റാൻഡ് തട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു ബ്രേക്ക് പിടിച്ചു. ഞാൻ ബ്രേക്ക് പിടിച്ചതിന് ശേഷം പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ കണ്ടോ നമ്മുടെ സ്പീഡോമീറ്റർ വന്നിട്ടുണ്ട്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾക്ക് നോർമൽ മോഡിലാണ് വണ്ടി ഉള്ളത്. അതുകൊണ്ടാണിപ്പോൾ നമ്മൾ നോർമൽ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ മോഡ് മാറ്റാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മുടെ മോഡിൻ്റെ ബട്ടൺ ഉണ്ട്. അപ്പോൾ മോഡ് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടോ സ്പോർട്ട് മോഡിലേക്ക് മാറിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇനി എങ്ങനെ ക്രൂയിസ് കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രൂയിസ് കൺട്രോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബാറിലാണ് വരുന്നത്. റിവേഴ്സ് ബട്ടൺ തന്നെയാണ് ക്രൂയിസ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് റിവേഴ്സ് ബട്ടണിൽ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ വണ്ടിയുടെ സ്പീഡ് 29 km/h ആണ്. അത് ലോക്കായിട്ടുണ്ട്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ബ്രേക്ക് പിടിക്കുന്ന വരെ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന വരെ നമ്മളെ വണ്ടിയുടെ സ്പീഡിന് മാറില്ല. ഇതാണ് ക്രൂയിസ് കൺട്രോൾ. ഈ ഒരു സിസ്റ്റം കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള റോഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ആക്സിലേറ്റർ കൊടുത്തു, ഷാർപ്പായിട്ടുള്ള റോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ലോക്ക് ചെയ്ത് വെച്ച് പോകാൻ പറ്റും. ആക്സിലേറ്റർ കൊടുക്കേണ്ടതില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ പ്രത്യേകത. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. നമ്മൾ റൈഡ് കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി പാർക്കിംഗ് മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ പവർ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാൻഡ് തട്ടിയാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് തട്ടാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്പീഡോമീറ്റർ മാറിയിട്ട് നേരെ എന്ത് വന്നു, അവിടെ പാർക്കിംഗ് മോഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് സിസ്റ്റം വരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ചാർജിങ് പോർഷൻ വരുന്നത് പുറകിലാണ്. S1 Pro എന്ന് പറയുന്ന ഒരു ബാച്ചിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ റെയിൻ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വലിച്ചു വരിക. ഇനി ഇവിടേക്കാണ് നമ്മൾ ചാർജർ കുത്തേണ്ടത്. നമ്മൾ ചാർജർ വരുന്നത്. ചാർജറിൻ്റെ എങ്ങനെയാണ് കുത്തുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ചാർജറിൻ്റെ ഈ വലിയ പോർഷന് നമ്മൾ താഴോട്ടായിട്ടാണ് കുത്തേണ്ടത്. അതേപോലെ തന്നെ ഇത് ലോക്ക് ചെയ്യാനുള്ളൊരു പോർഷനാണ്. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഭാഗം താഴെ വരുന്ന രൂപത്തിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. ഇനി ഊരാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പോർഷനിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് വലിക്കുക. നമ്മുടെ ചാർജറിൻ്റെ ഈ ഒരു ഏരിയയിൽ ഒരു ഫാൻ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ ഇത് വെക്കണം. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓട്ടോ കട്ട് ഓഫ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചാർജറിൻ്റെ പിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പിന്ന് തന്നെയാണ്. അത്യാവശ്യം എർത്തുള്ള നമ്മുടെ പ്ലഗുകളിൽ കുത്തിയാൽ മതി. ഇത്രയാണ് നമ്മുടെ ചാർജറിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇനി അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എത്ര % ചാർജ് ഉണ്ട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റിലെ വിൻഡോയിലേക്ക് പോവാം. ഏറ്റവും ലാസ്റ്റിലെ വിൻഡോയിൽ
സെറ്റിങ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള വിൻഡോയിൽ നമുക്ക് ടോട്ടൽ ബാറ്ററിയുടെ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. 34%. എക്കോ മോഡിൽ എത്ര കിലോമീറ്റർ കിട്ടും, നോർമൽ മോഡിൽ നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടും, സ്പോർട്ടിൽ എത്ര കിലോമീറ്റർ കിട്ടും, ഹൈപ്പറിൽ എത്ര കിലോമീറ്റർ കിട്ടും. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഓടിയിട്ടുണ്ട്, ആവറേജ് സ്പീഡ് എത്രയാണ്, ടോപ്പ് സ്പീഡ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സപ്പോർട്ടിൻ്റെ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി സ്റ്റാറ്റസിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ബാറ്ററിയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടുന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നിന്ന് തന്നെ കിട്ടും. ഇനി നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിക്കഴിഞ്ഞാൽ എത്ര ടൈമിനുള്ളിൽ നമ്മളിത് ഫുൾ ചാർജ് ആവും എന്നുള്ളത് ഓൾറെഡി നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരും. നമ്മൾ സ്ക്രീനിൻ്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 മൈക്രോഫോണുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴെ ഒരു USB പോർട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മൊബൈലൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഈ 2 ഓപ്ഷൻ കൂടെ നമുക്ക് 2 ഫംഗ്ഷൻ കൂടെ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 സ്പീക്കർ 10 വാട്ടിൻ്റെ 2 സ്പീക്കറും നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഓൾറെഡി ഓഫാണ്. ഇപ്പോൾ സ്ലീപ്പിംഗ് മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി മൊബൈലിൽ കമ്പാനിയൻ ആപ്പ് ഉണ്ട് ഓലയുടെ, അത് വെച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഓല ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് എടുക്കുക, നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്, അൺലോക്ക്, അതേപോലെ തന്നെ ട്രങ്ക് നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്യാണ്. ഞാൻ വെഹിക്കിൾ അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഇവിടെ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആപ്പ് വെച്ച് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നമ്പർ വെച്ചിട്ട് മാത്രമേ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ കമ്പാനിയൻ ആപ്പിൽ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ സ്കൂട്ടർ തുറക്കാനും പറ്റില്ല. നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇത് ലോഗിൻ ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സേഫുമാണ്, അതേപോലെ തന്നെ സെക്യൂർ ആണ്. നിങ്ങൾക്ക് പാസ്വേഡൊക്കെ മറന്നു പോകുക അല്ലെങ്കിൽ പാസ്വേഡ് വേറെ ആരെങ്കിലും കാണുമെന്നുള്ളതൊക്കെ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലെങ്ങനെയാണ് മ്യൂസിക് സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ജസ്റ്റ് നമ്മളിതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്താൽ മതി, നമുക്കിതിൻ്റെ സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്തു, നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാനും പറ്റുന്നുണ്ട്. കണ്ടോ, ഇവിടെ പ്ലേ ചെയ്തെന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഹാൻഡിൽ ബാറിലെ ബട്ടൺ അനുസരിച്ച് നമ്മുടെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. പോരെ.